എല്ലാവരുടെയും മുറ്റത്ത് ഇനി ബുള്ളറ്റ്. കുറഞ്ഞ വിലയ്ക്ക് 250cc ബൈക്കുമായി റോയൽ എൻഫീൽഡ്. മിഡ് കപ്പാസിറ്റി മോട്ടോർ വെഹിക്കിൾ സെഗ്മെന്റിലെ രാജാക്കന്മാരാണ് റോയൽ എൻഫീൽഡ്. 350cc മുതലുള്ള ആ നിര പിടിക്കാൻ വമ്പന്മാരെല്ലാം അണിനിരന്നിട്ടും ഒരു കുലുക്കവുമില്ലാതെ പിടിച്ചു നിൽക്കാൻ കമ്പനിക്കായിട്ടുണ്ട്. അതും ഹോണ്ട, ട്രയംഫ്, ബജാജ്, ഹാർലി ഡേവിഡ്സൺ പോലുള്ള വമ്പന്മാരുമായി മത്സരിച്ചാണ് വിഭാഗത്തിലെ ഒന്നാമനായി എൻഫീൽഡ് അരങ്ങുവാഴുന്നത്. പുതുതലമുറ മോഡലുകളിലൂടെ ഇന്ത്യക്കാരുടെ മനസ്സ് കീഴടക്കാൻ കമ്പനിക്കായിട്ടുണ്ട്. 2022 ഓഗസ്റ്റിൽ ഹണ്ടർ എന്ന ബൈക്ക് ഇന്ത്യയിൽ അവതരിപ്പിച്ചതും ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അതുവരെ റെട്രോ ക്ലാസിക് മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കളുടെ നിരയിൽ കണ്ടുവന്നിരുന്ന യാതൊരു സ്വഭാവവുമില്ലാത്ത ആളായിരുന്നു വേട്ടക്കാരൻ. കുറഞ്ഞ ഭാരവും ആരെയും കൊതിപ്പിക്കുന്ന രൂപവുമെല്ലാം ഹണ്ടറിനെ ഹിറ്റാക്കി. സിറ്റി റൈഡുകളിലെല്ലാം ബൈക്കിന് കാഴ്ച വെക്കാനായിരുന്ന പെർഫോമൻസും എടുത്തു പറയേണ്ടതായിരുന്നു. യൂത്തന്മാർ ബൈക്ക് ഏറ്റെടുത്തതോടെ വിൽപ്പന ലക്ഷങ്ങളും കടന്ന് കുതിക്കുകയാണ്. ഏറ്റവും പുതിയ 350cc ശ്രേണി സൃഷ്ടിച്ച ആക്കം കൂട്ടാനായി ഇപ്പോഴത്തെ റോയൽ എൻഫീൽഡ് പുതിയ 250cc മോട്ടോർ സൈക്കിൾ അവതരിപ്പിക്കാൻ പോവുകയാണെന്ന വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ക്ലാസിക് 350, ബുള്ളറ്റ് 350, ഹണ്ടർ 350 എന്നിവയ്ക്ക് അധികം വൈകാതെ ഫേസ് ലിഫ്റ്റ് അപ്ഡേറ്റുകൾ കൊണ്ടുവരുന്നതിനൊപ്പം എൻട്രി ലെവൽ മോഡലിനെ കൂടി വിപണിയിൽ എത്തിക്കാനാണ് നീക്കങ്ങൾ നടക്കുന്നത്. റോയൽ എൻഫീൽഡിന്റെ പുതിയ 250cc ശ്രേണിയിൽ ചുറ്റിപ്പറ്റിയുള്ള ഊഹാപോഹങ്ങൾ 2016 മുതൽ എയറിലുള്ളതാണ്. പിന്നീട് കോവിഡ് മഹാമാരി മൂലമെല്ലാം മാറ്റിവെച്ച പദ്ധതി വീണ്ടും പൊടിതട്ടിയെടുത്തിരിക്കുകയാണ്. വിവിധ ഘടകങ്ങൾ കാരണം സമീപ വർഷങ്ങളിൽ പുതിയ മോട്ടോർ സൈക്കിളുകളുടെ വില ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ലക്ഷങ്ങൾ മുടക്കിയാൽ മാത്രമേ പ്രീമിയം മോഡലുകൾ സ്വന്തമാക്കാനാവൂ എന്നതാണ് നിലവിലെ സ്ഥിതി. ഇതിനെ മറികടന്ന് കൂടുതൽ സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് റെട്രോ ക്ലാസിക് മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കൾ 250cc മോഡലുകളിലൂടെ ഉന്നം വെക്കുന്നത്. മുമ്പ് പര്യവേക്ഷണം ചെയ്തിട്ടില്ലാത്ത പുതിയ സെഗ്മെന്റുകളിലേക്കുള്ള പ്രവേശനം റോയൽ എൻഫീൽഡ് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതും കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. വി പ്ലാറ്റ്ഫോം എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന പുതിയ 250cc പദ്ധതി മാതൃകയാക്കുന്നത് 349cc സിംഗിൾ സിലിണ്ടർ OHC എയർ ഓയിൽ കൂൾഡ് ഫ്യൂവൽ ഇൻജക്റ്റഡ് എഞ്ചിൻ തന്നെയാകും. താരതമ്യേന ലളിതവും നിർമ്മാണത്തിന്റെ കാര്യത്തിൽ ചെലവ് കുറഞ്ഞതുമായതിനാൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും. J സീരീസ് എഞ്ചിൻ പ്ലാറ്റ്ഫോമുമായി നിരവധി സമാനതകൾ ഇതിലും പ്രതീക്ഷിക്കാനാവും. ചിലവ് നിയന്ത്രിക്കാൻ ഉദ്ദേശിക്കുന്നതിനാൽ റോയൽ എൻഫീൽഡ് ഹിമാലയയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഷെർപ്പ ലിക്വിഡ് കൂൾഡ് 452cc DOHC എഞ്ചിൻ പോലെ സാങ്കേതികമായ അത്ര മോഡേൺ ആയിരിക്കില്ല. മെച്ചപ്പെട്ട ഇന്ധനക്ഷമതയ്ക്കായി 250cc പവർ ട്രെയിനൊപ്പം ഹൈബ്രിഡ് സാങ്കേതിക വിദ്യ പര്യവേഷണം ചെയ്യുന്നുണ്ടെന്നും എന്നാൽ അത് യാഥാർത്ഥ്യമാവുമോ എന്നത് കാത്തിരുന്ന് തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും റോയൽ എൻഫീൽഡ് 2026-27 മാത്രമേ പുതിയ ക്വാർട്ടർ ലിറ്റർ ബൈക്കിനെ വിപണിയിൽ എത്തിക്കുമെന്നതും എതിരാളികൾക്ക് ആശ്വാസം നൽകുന്ന കാര്യമാണ്. നിലവിലെ 450cc സെഗ്മെന്റിലെ തങ്ങളുടെ രണ്ടാമത്തെ മോട്ടോർ സൈക്കിൾ പുറത്തിറക്കാനുള്ള ഒരുക്കത്തിലാണ് കമ്പനി. ഗറില്ല എന്ന പേരിട്ടിരിക്കുന്ന ഹിമാലയനെ അടിസ്ഥാനമാക്കിയുള്ള റോഡ്സ്റ്റർ മോഡൽ ജൂലൈ 17 ആഗോളതലത്തിൽ അരങ്ങേറ്റം കുറിക്കും. റോയൽ എൻഫീൽഡിന്റെ പുതിയ ഹിമാലയൻ പ്ലാറ്റ്ഫോമിൽ നിർമ്മിക്കുന്ന രണ്ടാമത്തെ ബൈക്ക് ആയതിനാൽ ഗറില്ലയും 450cc ലിക്വിഡ് കൂൾഡ് സിംഗിൾ സിലിണ്ടർ ഷെർപ്പ എഞ്ചിൻ കടമെടുക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ ഇനി മണിക്കൂറിനുള്ളിൽ അറിയാം. ഇന്ത്യയിൽ അരങ്ങേറ്റം ഈ വർഷം ഉത്സവ സീസണോടെ ഉണ്ടാവുമെന്നാണ് സൂചന.